നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,501 ദിവസമാണ്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 1-ാം തീയതിയാണ്. ശകവർഷം 1947 ആശ്വിന മാസം 26-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 18-ാം തീയതിയാണ്. ഇന്ന് കൃഷ്ണപക്ഷം ദ്വാദശി തിഥി ഉള്ള ദിവസമാണ്. ഉച്ചയ്ക്ക് 12:19 വരെയാണ്. തുടർന്ന് ത്രയോദശിയാണ്. നക്ഷത്രം വരുന്നത് പൂരം നക്ഷത്രമാണ്. അത് ഉച്ച കഴിഞ്ഞ് 3:41 വരെയുള്ള സമയത്ത് പൂരം നക്ഷത്രവും തുടർന്ന് ഉത്തരം നക്ഷത്രവുമാണ്. കരണം വരുന്നത് കഴുതക്കരണമാണ്. ഉച്ചയ്ക്ക് 12:19 വരെയുള്ള സമയത്താണ് കഴുതക്കരണം. നിത്യയോഗം വരുന്നത് ബ്രാഹ്മനാമ നിത്യയോഗമാണ്. രാത്രി 1:47 വരെയുള്ള സമയത്ത് ഈ ബ്രാഹ്മനാമ നിത്യയോഗം വരുന്നുണ്ട്. ഞാറ്റുവേല ചിത്തിര ഞാറ്റുവേല തന്നെയാണ്. ഋതു ശരത് ഋതുവാണ്. ദക്ഷിണായനമാണ്. ഇന്ന് ദിവസം ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15:42 അസ്തമയം വൈകിട്ട് 6:02:19 ദിനമാനം വരുന്നത് 11 മണിക്കൂർ 46 മിനിറ്റ് 37 ദിനമാനത്തിൽ, അതായത് പകലിൻ്റെ ദൈർഘ്യത്തിൽ ഏതാനും സെക്കൻഡുകളുടെ കുറവ് നിത്യേന നമുക്ക് അനുഭവപ്പെടും. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് രാവിലെ 9:12 മുതൽക്ക് 10:40 വരേക്കും. ഗുളികകാലം സംഭവിക്കുന്നത് രാവിലെ 6:15 തുടങ്ങി 7:44 വരെയുള്ള സമയത്തും. യമകണ്ഠകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:37 തുടങ്ങി 3:05 വരെയുള്ള സമയത്തുമാണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:45 മുതൽക്ക് 12:07 വരേക്കും. തുടർന്ന് മധ്യത്തിൽ 4 മിനിറ്റ് സന്ധിയാകയാൽ വർജിച്ചിട്ട് 12:11 മുതൽക്ക് 12:33 വരെയുള്ള സമയത്താണ്. ഈ അഭിജിത്ത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മകരക്കൂറുകാർക്കാണ്. ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമഭാവത്തിൽ 8-ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം അവർക്കൊരു ശുഭദിനമില്ല. പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, അതുപോലെ പ്രധാനപ്പെട്ട യാത്രകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് അവർ വർജിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് പൂരം നക്ഷത്രമാണ്. ഒരു ശുഭനക്ഷത്രമല്ല. ബന്ധനം, അതുപോലെ ദാരുണ കർമ്മങ്ങൾ, ശില്പകർമ്മങ്ങൾ, കപടകർമ്മങ്ങൾ, അതുപോലെ യുദ്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് അനുകൂലമായിട്ടുള്ളത്. മറ്റു ശുഭകർമ്മങ്ങൾക്ക് ഇന്ന് വിധിച്ചിട്ടുള്ളതല്ല. തിഥി വരുന്നത് കൃഷ്ണദ്വാദശിയാണ്. വിവാഹാദി കാര്യങ്ങൾക്കും വ്രതബന്ധനം അതുപോലെ മറ്റ് ശുഭകർമ്മങ്ങൾക്കൊക്കെ ഈ ദ്വാദശി നല്ലതാണ്. എന്നാൽ യാത്രയും തേച്ചുകുളിയും വർജ്യമാണ്. പൊതുവേ പൂരം നക്ഷത്രമായതുകൊണ്ട് ഇന്നത്തെ ദിവസം മുഹൂർത്തങ്ങൾ ഒന്നും ഉണ്ടാവുന്നതല്ല. നമസ്കാരം.